കഴിക്കുമ്പോഴേ അങ്ങനെയുള്ള തന്നെയല്ലോ, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല മോനെ. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജൂനിയർ തേങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്ര ഷാടയ്ക്ക്, അല്ലേ മോനെ? നല്ല അടിപൊളി യമണ്ടൻ സിലോപ്പിയാണ് അല്ലടാ. അവിടെ കിടക്കുന്നുണ്ട് നടാവൻ. നമ്മുടെ ചാമ്പമരമാണ്, ഫുള്ള് ചാമ്പങ്ങ. ആരും വെച്ച് പിടിപ്പിക്കാതെ തനിയെ കിളുത്ത് വന്ന ചാമ്പമരമാണ്. നമ്മുടെ ഈ വീടിനേക്കാളും പൊക്കമുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ചാമ്പമരത്തിന്, അല്ലേ മോനെ? എനിക്ക് കൊല കണക്കിന് കിടക്കുവാണ് ഇഷ്ടം പോലെ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ MDTVയുടെ പുതിയ എഡിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജൂനിയർ കേശുക്കുട്ടൻ, വീട്ടിൽ വിളിക്കുന്നത്, പുറത്ത് സ്കൂളിൽ വിളിക്കുന്നത് അയാൻ, അല്ലേ മോനെ? ഓക്കെ, അതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എ ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ ഷാടച്ചേട്ടൻ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടില്, അല്ലേ ഷാട? അല്ലേ മോനെ? അപ്പോൾ നമുക്ക് അവനെ പോയി കൂട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ബാക്കി പരിപാടികൾ കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ ഓഫ് MDTV പേഴ്സണൽ ലൈഫ്. ഷാഡോ, ഗുഡ് മോർണിംഗ്. ഓഹോ, പഞ്ചപാവം. എന്തുവാ കഴിക്കുന്നത്? ഇഷ്ടമാണോ ദോശയും സാമ്പാറും? കം ഷോ. ഓ, വായിന്ന് വെള്ളം ഫൗണ്ടൻ പോലെ പോകുന്നു. സെറ്റ്, സ്പീക്ക്. പറയുന്നെല്ലാം കേൾക്കുവോ അവൻ? അതൊന്ന് പറഞ്ഞേ. ആണോ, അങ്ങനെയാണോ? ഓക്കെ, കൊടുക്ക്. അപ്പ് പറ. കൈ സൂക്ഷിക്കണേ. എവിടെ പോണ്? എവിടോട്ട് പോണ്? എവിടെ പോയി കിടക്കാൻ? അവിടെ കിടക്കാൻ പോവാണോ തനിയെ പോയി? ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഷാഡോയെ നമ്മൾ കൂട്ടി നിറക്കി, അവനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതുപോലെ തന്നെ നമുക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് എന്തായാലും സ്റ്റേ ട്യൂൺ. ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേ. നമ്മുടെ ഷാഡോയുടെ വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെയധികം ഹെൽത്തിയും ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ സാധാരണ അവല്. തേങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവല്. അതെ, ഒരു ടീസ്പൂൺ അല്ലേ, 2 ടീസ്പൂൺ പഞ്ചസാര. നമ്മൾ ഷാഡോയുടെ ഒരു പ്രപ്പോർഷൻ എത്രയാണ്? ഇത്രയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കഴിക്കത്തില്ല. ഒരു പൊടിക്ക് ഒരു ഉപ്പ്, ടേസ്റ്റ് മേക്കർ പോലെ ഒന്നുമില്ല, കഴിക്കത്തില്ല. ആശ അല്ലേ മോനെ? പടത്ത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് അവിടെ വെച്ചേക്കും. അതെന്തോ നെയ്യ്. ആ, അത് തന്നെ, വാരി കൊടുക്കണം. പിന്നെ അവസാനം ഭയങ്കര പുന്നാരോ ചില സമയത്ത്. നല്ല പോലെ മിക്സ് ചെയ്യാം. ഇപ്പൊ തന്നെ ഷാഡോച്ചേട്ടനോട് മണം വന്ന് കാണും.
കൊള്ളാം ഷാഡോ, അടിപൊളിയല്ലേ? കൊള്ളാം കൊള്ളാം. കഴിക്കും മുഴുവൻ അങ്ങനെ ഉള്ളതല്ലോ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല മോനെ, അത് മനുഷ്യനായാലും ആനിമൽ ആയാലും അല്ലേ മോനെ? അതെ. സാമ്പാർ അപ്പൊ എന്തായാലും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല അടിപൊളി ദോശ അലോങ് വിത്ത് സാമ്പാർ. ഒത്തിരി എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണം. സാധാരണ യൂട്യൂബേഴ്സ് ചെയ്യുന്നില്ല, ഫുഡ് ബ്ലോഗേഴ്സ് ചെയ്യും. യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ എന്നെ കൂടെ പെടുത്തുമല്ലോ. ഫുഡ് ബ്ലോഗേഴ്സ് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഭക്ഷണം വാലിട്ട് വെച്ച ഉടനെ അലിഞ്ഞു പോകുന്ന പോലെ. അമ്മാതിരി കോപ്രായത്തിലൊന്നും എന്നെ കിടന്നില്ല. ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. വീട്ടിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചോണ്ടായിരിക്കും ഇറങ്ങുന്നത്. എന്നിട്ട് അതേ സാധനം കടയിൽ പോയി കഴിക്കുമ്പോൾ ഏതാണ്ട് അമൃത് കഴിക്കുന്ന ഫുഡ് ഫീല ചിലരുടെ എക്സ്പ്രഷൻസ്. നോർമലി നമ്മൾ നമ്മുടെ ഷാഡോനെ പകലിറക്കി, ഐ മീൻ രാത്രി നമ്മൾ വീടിനകത്ത് തന്നെയാണ് പൂട്ടിയിടുന്നത്. അത് ഞാൻ ഈവനിങ്ങിൽ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ പകല് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കൂട്ടിനകത്ത് കയറ്റി എന്നിട്ട് ഈവനിങ്ങിലെ പിന്നെ ഇറക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം നമ്മൾ കൂട്ടിലൊന്നും കയറ്റിയില്ല. പിന്നെ പിരിവുകാരുടെ ശല്യം കാരണം ഗേറ്റിന് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ഷാഡോനെ പുറത്തഴിച്ച് വിട്ടതാണ്. അപ്പോൾ ഇവിടെ എങ്ങും നോക്കിയിട്ട് കാണുന്നില്ല ആശാനെ. ഇപ്പോൾ ഫൈനലി നോക്കിയപ്പോഴാണ് ഇതാ ഇതിൻ്റെ അടിയിൽ ഒരാൾ കിടക്കുന്നത്. ഹലോ, എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത്? എന്തോ സുഖം പിടിച്ച് കിടക്കുമല്ലേ, തണുപ്പം സുഖിച്ച്? എവിടെ പോവാ? ആണാ? ഡോർ ലോക്കാണല്ലോ, അപ്പൊ എന്ത് ചെയ്യും? ഓഹോ, ഇങ്ങനെ കേറുമല്ലേ? സൂക്ഷിച്ച്. ചോറ് കഴിക്കാം. ചോറും എന്ത് ഫിഷാണത്? സിലോപ്പി. ഫേവറേറ്റ് ആണല്ലേ? വേറൊരാള് പുറയിലുണ്ട് കേട്ടാ, മണം പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഈ സമയത്ത് കഴിക്കും ശീലമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വിശക്കുന്നുണ്ടോ? എല്ലാവരും കുഞ്ഞുവാവ എന്നല്ല, അങ്ങനെ ആ കുഞ്ഞുവാവ ഇവൻ തന്നെ രൂപമാറ്റം വരുത്തി. ഇവൻ അത് സ്വയം കേട്ടിരുന്നു. ആക്ച്വലി നമുക്ക് കുഞ്ഞുങ്ങൾ അങ്ങനെ രീതിയിലാണല്ലോ, ഓരോ കാര്യങ്ങളും വേറെ രീതിയിലായിരിക്കില്ല അവര് മനസ്സിലാവും. അവൻ കുഞ്ഞിക്കെന്നാണ് അവനെ തന്നെ വിളിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ എനിക്ക് എന്ന് പറയുന്നതിന് കുഞ്ഞിക്ക് എന്നാണ് അവൻ സ്വയം എല്ലാം പറയുന്നത്. അവൻ അങ്ങനെ ശീലമാണ്. കാരണം സ്കൂളിൽ മാത്രമല്ല എൻ്റെ ബാക്കി എല്ലായിടത്തും കുഞ്ഞിക്കെന്നേ പറയുന്നുള്ളൂ അല്ലേ? നല്ല അടിപൊളി യമണ്ടൻ സിലോപ്പിയാണ് അല്ലേടാ? കൊതി വരുന്നുണ്ടാ കണ്ടിട്ട് തന്നെ? വെള്ളം എടുത്തില്ല ഡാഡി, വെള്ളം എടുക്കാം. So one side is complete, അല്ലേ മോനെ? അല്ലേ കുഞ്ഞിക്ക്? Do you want this? Okay. അപ്പോൾ കുഞ്ഞിക്കിന്റെ ചെറിയ ലഞ്ച് സെക്ഷനാണ്. ഇനി എംഡിയുടെ ഒരു ചെറിയ ലഞ്ച് സെക്ഷൻ ഉണ്ടാവും. ഷാഡോയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അത് റുട്ടീൻ അല്ല, അത് ഹെൽത്തിയും അല്ല ഡോഗ്സിന്. അപ്പൊ എന്തായാലും ഇനി ഷാഡോയ്ക്ക് ഈവനിങ്ങിൽ ഉണ്ടാവും ഫുഡ്, അതുപോലെ നൈറ്റിലും ഉണ്ടാവും.
അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ബാലൻസ് ഇത്രയും ചോറ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഷാഡൊക്കെ ഇട്ട് കൊടുത്ത് താഴെ വെച്ചാൽ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കിനി അവൻ്റെ ഫേവറേറ്റ് ഫാം ഹൗസ് പിസ്സ ഫ്രം ഡൊമിനോസ് എത്തിക്കഴിഞ്ഞു. 2 കടിയൊക്കെ കഴിച്ചു. എടാ വീടല്ലേ മോനെ. കൊള്ളാമോ? ഹൗസ് ഇറ്റ്? സൂപ്പർ. അതിന്റെ ബഹളമാണ് കാണുന്നത്. ചീസ് ഇഷ്ടമാണോ? ആസ്വദിച്ച് കഴിക്കുവാണോ? അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം എത്തി. ഒഫീഷ്യലി MD's ലഞ്ച്. ഇന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അറേബ്യൻ ഷെയ്ഖ് മൾട്ടി ക്യൂസൈൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചാണ്. ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആയ നാസി ഗോറാങ് എന്ന് പറയുന്ന ഒരു ഡിഷാണ്. ആക്ച്വലി ഇതിന് കുക്കുംബർ ഉണ്ട്, പപ്പടുണ്ട്, പിന്നെ അതുപോലെ ബുൾസായി. അറിയാലോ ഇതെന്താണ് സംഭവം. ഇതിനകത്തുണ്ട് ഷ്രിമ്പും എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ ട്രഡീഷണൽ ഹോംലി ഫുഡ് ഉണ്ട്. ചീര, മീൻ ചാറ്, പാവയ്ക്കച്ചാറ്. ഇത് നമ്മുടെ തനി നാടൻ സ്റ്റൈൽ ഹോംലി ടീ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാനിത് ട്രൈ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ നോർമൽ ഫ്രൈഡ് റൈസ് പോലെ ഒന്നുമില്ല. ഈ ഷ്രിമ്പും പേസ്റ്റും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം ഒരു സീ ഫുഡ് പ്ലാറ്റർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ആ ഒരു കോമ്പിനേഷൻ ഫ്ലേവേഴ്സ് ആണ്. നമുക്ക് അതിൽ കെച്ചപ്പ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പൊരി മീൻ വറുത്ത എണ്ണയ്ക്കകത്തിട്ടാറ് നല്ല ഉണക്കമീൻ്റെ ഫ്ലേവറാണ്. ബട്ടർ പോലെ എന്തുവാണ് അത്? എന്താ കുഞ്ഞിക്കത്? ഫിഷിന്റെ തൊലിയൊന്നുമല്ല. നമ്മുടെ പൊരിയില്ലേ, പൊരി ഫിഷ് വറുത്ത എണ്ണക്കത്തിട്ട് മുക്കിയതുപോലെ ആയിരിക്കും. ഫിഷിന്റെ ടേസ്റ്റ് ഉണ്ടെന്നുള്ളൂ, ഫിഷിന്റെ തൊലിയൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ പഴയതുപോലെ ആൽക്കഹോൾ കണ്ടന്റ്സ് വളരെ പരിമിതമായതുകൊണ്ട് ഇന്ന് നമ്മളൊരു നോൺ ആൽക്കഹോളിക് ബിയർ ആണ് ഉച്ചയ്ക്ക് നമുക്ക് കുടിക്കാൻ. ലോട്ട് ലൈക്ക് ബിയർ, ക്രാൻബെറി നോൺ ആൽക്കഹോളിക് ബിവറേജ് ആണ്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന് നമ്മുടെ KF ബ്ലൂ ഒക്കെ പോലെ തന്നെ ഓപ്പണറും കൂടെ ഇൻബിൽറ്റ് ആണ്. ഏകദേശം ബിയർ പോലൊക്കെ തന്നെയാണ്. ടേസ്റ്റ് വൈസും ബിയർ പോലൊക്കെ തന്നെയാണ്, പക്ഷെ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. അതാണ് ഇതിനകത്ത് സ്പെഷ്യാലിറ്റി. സോ എല്ലാവർക്കും MBയുടെ വക ചിയേഴ്സ് വിത്ത് എ നോൺ ആൽക്കഹോളിക് ബിവറേജ്.
നല്ല മധുരവും കാര്യങ്ങളൊക്കെ ക്രാൻബെറിയുടെ ആ ഒരു പുളിയുണ്ട്, ബിയറിന്റെ ഒക്കെ ആ ഒരു മോൾഡ് ടേസ്റ്റും. സോ തുടർന്ന് കാണാം. Stay tuned and enjoy the video again and again and again of MBT.